കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ ആശ്രയിച്ചാണെന്ന ധവളപത്രത്തിലെ അവകാശവാദം വസ്തുതാവിരുദ്ധം. 2022 മുതൽ KMRL ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ നിർമ്മാണ ചെലവടക്കമുള്ള കണക്കുകളാണ് കൊച്ചി മെട്രോ നഷ്ടത്തിലാണെന്ന് വരുത്താൻ ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, അതായത് ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയായിരുന്നു. കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ ആശ്രയിച്ചെന്നായിരുന്നു ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശന്റെ വാദം വസ്തുതാവിരുദ്ധം എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ധവളപത്രത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാരമാണ് കൊച്ചി മെട്രോ എന്ന്, KSRTC, കൊച്ചി മെട്രോ ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭാരമാണ് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതായത് ഒരു ബാധ്യതയായി കൊച്ചി മെട്രോ സംസ്ഥാന സർക്കാരിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് വലിയ നഷ്ടത്തിലാണെന്നുള്ളതാണ്. പക്ഷേ ആ കണക്കിൽ ഒരു പെരുപ്പിച്ച് കാണിക്കലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 3-4 സാമ്പത്തിക വർഷങ്ങളായി മൂന്ന് സാമ്പത്തിക വർഷമായി 2022, 2021, 23, 24, 25, 26 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇയർ, ഈ 3 വർഷങ്ങളിലും ഇപ്പോഴും ഇത് ലാഭത്തിലാണ് ഓടുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കണക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊച്ചി മെട്രോ KMRL അധികൃതർ പുറത്തുവിട്ടതാണ്. അതിൻ്റെ കണക്ക് പറഞ്ഞ് 2022-23 ആണ് ആദ്യമായി ലാഭത്തിലേക്ക് വരുന്നത്. 5.35 കോടിയായിരുന്നു ആ വർഷത്തെ ലാഭം. ഇക്കുറി, അതായത് ഇപ്പോൾ കറണ്ട് ഇയറിൽ 2025-26 വർഷത്തിൽ അതിൻ്റെ അന്തിമ കണക്ക് ലഭിച്ചിട്ടില്ല. 26-27 കടന്നിട്ടുണ്ടെങ്കിൽ അവർ അന്തിമ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ആ കണക്ക് പ്രകാരം 50 കോടിക്കടുത്ത് ലാഭം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തെയാണ് വലിയ ബാധ്യതയാണ്, ഭാരമാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സർക്കാരിന് ബാധ്യത വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അത് 6218 കോടി രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. കൊച്ചി മെട്രോ പോലുള്ള ഒരു സംവിധാനം ഒരുക്കണമെങ്കിൽ വലിയ നിർമ്മാണ ചെലവ് വരും. അങ്ങനെ 6218 കോടി രൂപ നിർമ്മാണ ചെലവ് വന്നു. അതിൽ 3000 കോടിയോളം വായ്പയായിരുന്നു. അതിൽ 2000 കോടിയും ഇതിനകം തന്നെ 1000 കോടിയോളം തന്നെ ഇതിനകം അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് 2000 കോടിയാണ്. അതാണ് ഇതുവരെയുള്ള കഴിഞ്ഞ ഏതാണ്ട് ഈ മാർച്ച് അവസാനം വന്ന കണക്ക് പ്രകാരമുള്ള വിവരങ്ങൾ. അപ്പോൾ അതിനർത്ഥം ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതൊരു ഭാരമാണെന്ന് വ്യാഖ്യാനിക്കാൻ ആശ്രയിച്ചത് ഈ ഇനീഷ്യൽ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണെന്നുള്ളതാണ്. അതായത് അതിൻ്റെ തേയ്മാന ചെലവ്, നിർമ്മാണ ചെലവ്, മറ്റ് ചിലവുകൾ എല്ലാം ചേർത്ത് അതിൻ്റെ പലിശയും കൂട്ടി ഏതാണ്ട് 35 കോടി രൂപയോളം ബാധ്യത മാസം വരുന്നുണ്ട് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. പക്ഷേ അതൊരു ബാധ്യതയായി ഒരു അർത്ഥത്തിലും കണക്ക് കൂട്ടേണ്ട ഒരു കണക്കല്ല. കാരണം കൊച്ചി മെട്രോ പോലുള്ള കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതി, ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന ഒരു വലിയ പദ്ധതി, ആ പദ്ധതിക്ക് ഇനീഷ്യൽ കോസ്റ്റ് സ്വാഭാവികമായി ഉണ്ടാവും. അതിൻ്റെ തേയ്മാന ചെലവും അതിൻ്റെ പലിശയും ഒരു ബാധ്യതയായി ഒരു ഭരണകൂടവും കണ്ടിട്ടില്ല. കാരണം ഇന്ത്യയിൽ വൻ നഗരങ്ങളിലുള്ള ഒരു മെട്രോയും പൂർണ്ണമായി ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ബേസിക് കോസ്റ്റ്, അടിസ്ഥാന ചെലവുകളാണ് ഏറ്റവും പ്രധാനമായി വരിക. പക്ഷേ റണ്ണിങ് കോസ്റ്റ് ആയിട്ടുണ്ട് മിക്ക മെട്രോകളും. അതിലേറ്റവും പ്രധാനപ്പെട്ട കൊച്ചി മെട്രോനെയാണ് കഴിഞ്ഞ 3.5 വർഷക്കാലമായി റണ്ണിങ് കോസ്റ്റ് ലാഭത്തിലാണ്. പക്ഷേ ഈ ധവളപത്രത്തിൽ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം വലിയ കടക്കണിയിലേക്ക് പോയി, ആ കാലത്ത് ചെയ്തു കൂട്ടിയതെല്ലാം ജനങ്ങളുടെ മേൽ ബാധ്യതയായി വന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാനും ധവളപത്രത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് നിർഭാഗ്യവശാൽ അദ്ദേഹം കൊച്ചി മെട്രോയും കൂട്ടുപിടിച്ചു എന്നുള്ള ചില പദ്ധതികളെങ്കിലും സർക്കാരിന് ബാധ്യത വന്നിട്ടുണ്ടാവാം, ചില പദ്ധതികൾ മുതൽ മുടക്ക് കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അത് ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികളായി മാറുമ്പോൾ അതൊരു വലിയ നഷ്ടമായി ഒരു ആധുനിക പുരോഗമന സമൂഹം കാണാറില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരു വൈറ്റ് പേപ്പർ സഭയിൽ വെച്ചപ്പോൾ ഇതും കൊച്ചി മെട്രോയും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നഷ്ടക്കണക്ക് പെരുപ്പിച്ച കണക്കാണ്. മറ്റൊന്ന്, ഇത് റണ്ണിങ് കോസ്റ്റിൽ ദൈനംദിന കണക്കുകളിൽ അത് ലാഭത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടിക്കറ്റ് വിറ്റുവരവ്, പരസ്യങ്ങൾ, അതടക്കം ഒട്ടേറെ ടിക്കറ്റിനപ്പുറം ഇതര വരുമാനങ്ങൾ KMRL ഇതിനകം തന്നെ ശേഖരിച്ചു തുടങ്ങി സമാഹരിക്കുന്നുണ്ട്. അതെല്ലാം ചേർക്കുമ്പോൾ കൊച്ചി മെട്രോ 2022-23 മുതൽ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ആകെയുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം മുടക്കിയ തുകയുടെ പലിശയും തേയ്മാനവും ഒക്കെ അതൊരു ബാധ്യതയായി നിൽക്കുന്നുണ്ട്. അത് പക്ഷേ അടച്ചു വരുന്നുണ്ട്. 2000 കോടി ഇനി ബാക്കിയുള്ളൂ. 6200 കോടി നമ്മൾ മുടക്കിയതിൽ
നമുക്കിനി തിരിച്ചടവിനുള്ള ബാധ്യത 2000 കോടി മാത്രമേ ഉള്ളൂ എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതിനർത്ഥം ഈ ധവളപത്രത്തിൽ കൊച്ചി മെട്രോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയാൻ ഈ കണക്കുകൾ തന്നെ ധാരാളം മതി എന്നുള്ളതാണ് വസ്തുത. അതായത് 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും അനുദിനം ലാഭവിഹിതം ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണക്കനുസരിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പക്ഷേ ലാഭത്തിന്റെ കണക്ക് വന്നില്ല എന്ന് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ KMR അടക്കം നഷ്ടത്തിലാണ് എന്നുള്ള സ്ഥിതിയായിരുന്നു അല്ലെങ്കിൽ സമീപനമായിരുന്നു സതീശൻ സ്വീകരിച്ചത്. അതായത് ഞാനൊരു മുൻപ് ഇത് നഷ്ടത്തിലായിരുന്നു എന്നുള്ളത് വസ്തുത. കാരണം 2017-18 ആ വർഷത്തെ പ്രവർത്തന നഷ്ടം 24 കോടിയായിരുന്നു. 18-19 അത് 5.7 കോടിയായി, 19-20 13.92 കോടിയായി, 20-21 56 കോടിയായി ഉയർന്നു, 21-22 35 കോടിയായിരുന്നു, 22-23 ആയപ്പോൾ അത് തിരിച്ച് 5.35 കോടി ലാഭത്തിലേക്ക് വന്നു. അപ്പോൾ തുടക്കത്തിലൊരു 4 വർഷക്കാലം നമുക്ക് നഷ്ടമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പം അതിന് കാരണം കൂടുതലായി യാത്രക്കാർ ആശ്രയിച്ചിരുന്നില്ല. ഈ പരസ്യം പോലുള്ള ഇതര വരുമാന സ്രോതസ്സുകളെ KMRL തുടക്കത്തിൽ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതൊക്കെ സർക്കാർ പഠിച്ചു, KMRL പഠിച്ചു. അതിനർത്ഥത്തിൽ കൃത്യമായി നിലപാടെടുത്തു, സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി യാത്രക്കാരെ കൂടുതൽ ആശ്രയിക്കാൻ കഴിഞ്ഞു. കൊച്ചി 1 കാർഡ്, മെട്രോയുടെ പുതിയ കാർഡുകളൊക്കെ ഇറക്കിക്കൊണ്ട് യാത്രക്കാരെ കൂടുതൽ മെട്രോയിലേക്ക് ആകർഷിച്ചു. അങ്ങനെ പ്രതിദിനം 1,30,000 ഒക്കെ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമായി കൊച്ചി മെട്രോയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞു. KMRL വലിയ വിപുലീകരണ പദ്ധതി യാഥാർത്ഥ്യമാക്കി 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ ഉള്ളൊരു പദ്ധതിയാണിത്. അപ്പോൾ ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ഈ ദീർഘകാല ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ എല്ലാം പ്രയോജനം കൊണ്ടുവന്നാണ് പിന്നീട് 2022 മുതൽ ഇപ്പോൾ വരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. പിന്നീട് ലാഭത്തിലേക്ക് വന്നു. ഒരു വർഷം 35, പിന്നെ 22, അങ്ങനെ ഓരോ വർഷവും കോടികളുടെ ലാഭത്തിൻ്റെ കോടികൾ ആ കണക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് വളരെ മോശം കാര്യമായി ഈ ധവളപത്രത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാം നഷ്ടത്തിലാണ്, എല്ലാം നശിച്ചു എന്നൊരു പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എടുത്തൊരു സമീപനമാണത്. പക്ഷേ ആ സമീപനത്തിനൊരു പ്രശ്നം, കൊച്ചി മെട്രോയെ പോലുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊച്ചിയിലെ നഗരവാസികളും കേരളവും ഒരു എഫർട്ട് എടുത്ത് യാഥാർത്ഥ്യമാക്കിയൊരു പദ്ധതിയാണത്. കൊച്ചി നഗരവാസികൾ ഗതാഗത പ്രശ്നത്തിലടക്കം ഒരുപാട് സഹിച്ചിട്ടാണ് ആ പദ്ധതി യാഥാർത്ഥ്യമായത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽ മുടക്കി കേരള സമൂഹം വാർത്തെടുത്തൊരു പദ്ധതിയാണിത്. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ധവളപത്രത്തിൻ്റെ വലിയൊരു പോരായ്മ. അതാണ് ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത്. ഏതായാലും വലിയ ചർച്ചയായിട്ടുണ്ട് ഈ കണക്കുകളിലെ പൊരുത്തക്കേട്. KMRL അധികൃതർ അനൗദ്യോഗികമായി പറയുന്നത് ഇതാണ് ഇവിടുത്തെ കണക്ക്, വരും വർഷങ്ങളിലും ഇത് ലാഭത്തിലേക്ക് പോകും. ഇത് നെറ്റ് ലാഭത്തിലേക്ക് പോകണമെങ്കിൽ ഈ മുതൽ മുടക്കെല്ലാം എടുത്ത ലോണെല്ലാം അടച്ചു തീർത്ത് അതിൻ്റെ പലിശയൊക്കെ തീർന്നാൽ മാത്രമേ. പക്ഷേ അത് അസാധ്യമാണ്. കാരണം രാജ്യത്തെ എല്ലാ മെട്രോ നഗരങ്ങളിലെയും ഈ മെട്രോ റെയിൽ സംവിധാനങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. അതാണ് വസ്തുത. ഏതായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനമന്ത്രി എടുത്ത സമീപനം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ശരി, സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.